ഹലോ, വെൽക്കം ബാക്ക് ടു അമിനോസ് ഫാമിലി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ SLC ബയോളജിയുടെ ഒന്നാം പാർട്ട് പറഞ്ഞിരുന്നു. അത് നമ്മൾ അവസാനം നിർത്തിയത് DNA വലുപ്പത്തെ കുറിച്ച് പറഞ്ഞാണ്. അപ്പോൾ ഒന്നാം പാർട്ട് കാണാത്തവർ ആ ഒന്നാം പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഈ രണ്ടാം ഭാഗം ഒന്ന് കാണുക. നമ്മുടെ DNA വലുപ്പം ഒരു വല്ലാത്ത വലുപ്പം തന്നെയാണല്ലേ. അതായത് ഒരു ക്രോമസോമിലെ DNAക്ക് ഒരു 2 ഇഞ്ച്, അതായത് 5 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഒരു ക്രോമസോമിനാണ് 5 സെൻറ്റിമീറ്റർ വരുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ 46 ക്രോമസോം ഉണ്ടെന്ന് അറിയാം. ആ 46 ക്രോമസോം ചേർന്നാണ് ഏകദേശം 6 അടി നീളം വരും, അതായത് 2 മീറ്ററോളം നീളം. അങ്ങനെ കോടി കോശങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിലെ എല്ലാ DNA കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 100 കോടി മൈൽ വരുന്ന, അതായത് നമ്മുടെ ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാണ്. അതായത് ഭയങ്കര വലുപ്പമല്ല. നമ്മുടെ ഭൂമിയെ നമ്മൾ ചുറ്റണമെന്നുണ്ടെങ്കിൽ തന്നെ എത്രയാണ്? നമ്മുടെ ശരീരം ഒരു സംഭവം തന്നെയാണ്. അതായത് എത്രയും തവണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ശരീരത്തെ ചുറ്റാൻ പറ്റിയ അത്രയും DNA നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇത് നമ്മൾ സംശയം എന്താ വെച്ചാൽ, ഇത്രയും വലിയൊരു DNA അല്ലേ, ഈ DNA നമ്മൾ ക്രോമസോമിൽ എങ്ങനെ ഉൾക്കൊള്ളുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് നോക്കിയോ, ക്രോമസോമിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോം എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്രോമസോം എന്ന് പറയുന്നത് അതിലാരെല്ലാം ഉണ്ടാവും? ഒരു DNA ഉണ്ടാവും, ഒരു ഹിസ്റ്റോൺ പ്രോട്ടീനും ഉണ്ടാവും. ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളിവിടെ കാണുന്ന ഈ റൗണ്ടിൽ കാണുന്നതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. അപ്പോൾ ഹിസ്റ്റോൺ പ്രോട്ടീനിൻ്റെ രണ്ടും കൂടി കൂടിച്ചേർന്നാൽ എന്തായി? ഒരു ക്രോമസോമായി. ഒരു DNAയും ഒരു ഹിസ്റ്റോൺ പ്രോട്ടീനും കൂടി ചേർന്നാൽ എന്തായി? ഒരു ക്രോമസോമായി. ഇനി ഹിസ്റ്റോൺ എങ്ങനെയാണ് ക്രോമസോമിലേക്ക് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് DNA ഉൾക്കൊള്ളുന്നതെങ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനത്തെ 8 ഹിസ്റ്റോണുകൾ കൂടിച്ചേർന്നാൽ അതിനൊരു പേര് പറയും. എന്താണ്? ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയും. ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയും. ഇനി ഈ ഹിസ്റ്റോൺ ഒക്ടാമർ ഇങ്ങനെ കെട്ടിവെച്ച സാധനം കാണുന്നുണ്ടല്ലോ, ഈ ഹിസ്റ്റോൺ ഒക്ടാമർ പ്ലസ് അതിൻ്റെ കൂടെ DNA, ഈ ഇഴയായിട്ടൊരു ലൈന് പോലത്തെ വരുന്നതാണ്, അത് DNAയും കൂടി കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ DNAൻ്റെ ഒരു ഇഴ, അതായത് ഒരു DNAൻ്റെ ഇഴയും കൂടി കൂടിച്ചേർന്നാൽ എന്തായി മാറും? അതിൻ്റെ പേര് ന്യൂക്ലിയോസോം എന്ന് പറയും. എന്താ പറയുക? ന്യൂക്ലിയോസോം. അപ്പോൾ 8 ഹിസ്റ്റോൺ കൂടിച്ചേർന്ന് ഹിസ്റ്റോൺ ഒക്ടാമറും പ്ലസ് DNAയും കൂടിച്ചേർന്ന് അതിനെ ന്യൂക്ലിയോസോം എന്ന് പറയും. ഇങ്ങനെയുള്ള നിരവധി ഹിസ്റ്റോണിൻ്റെ ന്യൂക്ലിയോസോം ഉണ്ട്. ഒന്ന് എവിടെ രണ്ട് ന്യൂക്ലിയോസോം ഇങ്ങനെ കൂടിച്ചേർന്ന് അങ്ങനെ നിരവധി ന്യൂക്ലിയോസോമിൻ്റെ ഒരു ചുരുളുകൾ കൂടിച്ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതൊരു ക്രോമസോമായി മാറുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം ഇങ്ങനെ ചുരുളിനെ എന്തിങ്ങനെ അടുക്കി ഇങ്ങനെ വെക്കുന്ന, ഓരോ സ്ഥലത്തും ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ന്യൂക്ലിയോസോമിൽ ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയോസോമുകൾ കൂടി ചേർന്ന് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രോമസോമിൽ DNA എന്ത് ചെയ്യുന്നത്? ഉൾക്കൊള്ളുന്നത്. ഇനി ഇതിൽ ക്രോമാറ്റിഡ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതായത് ഇവിടെ ഒരു ക്രോമാറ്റിഡ് ഉണ്ട്. എന്താണ് ക്രോമാറ്റിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്രോമസോമിനെ, അതായത് ഒരു ക്രോമസോമാണ് ഈ ക്രോമസോം. ഈ ക്രോമസോമിനെ എന്ത് ചെയ്യുന്നു? ഇതിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗമാണെന്ത്? ക്രോമാറ്റിഡുകൾ. സെൻട്രോമിയർ എന്ന് പറഞ്ഞാൽ നടുവിലുള്ള ഭാഗത്തെയാണ് സെൻട്രോമിയർ. ഈ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗത്തെ നമ്മൾ എന്ത് പറയും? ക്രോമാറ്റിഡുകളെന്ന് പറയും. ഇനി എങ്ങനെയാണ് ഒന്നുകൂടി പറയാം. അപ്പോൾ ഒരു ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNAയും ഹിസ്റ്റോൺ പ്രോട്ടീനും കൂടി ചേർന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ 8 ഹിസ്റ്റോൺ കൂടി ചേർന്നാൽ അതിൻ്റെ ഒരു പേര് പറയും. എന്താണ്? ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയും. അതിൻ്റെ കൂടെ DNAൻ്റെ ഒരു ഇഴയും കൂടി ചേരും, അതിനെ ന്യൂക്ലിയോസോം എന്ന് പറയും. ഇങ്ങനെയുള്ള കുറേ ന്യൂക്ലിയസുകൾ കൂടി ചേരുമ്പോഴാണ് അതിനെന്ത് പേര് പറയുന്നത്? അതിൻ്റെ ചുരുളുകളെല്ലാം നന്നായി ചുരുളാക്കി വെക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇങ്ങനെ നിരവധി ന്യൂക്ലിയോസോമിൻ്റെ ചുരുളിനെ നമ്മൾ എന്ത് പേര് പറയും? ക്രോമസോം എന്ന് പറയും. ഒരു ക്രോമസോമിനെ നടുവിലുള്ള സെൻട്രോമിയറിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗത്തെ നമ്മൾ എന്ത് പേര് പറയും? ക്രോമാറ്റിഡുകൾ എന്ന് പറയും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? DNA ക്രോമസോമുകളിൽ ഉൾക്കൊള്ളുന്നത്. ഓക്കെ. ഇനി മനുഷ്യരിൽ ക്രോമസോം ഉണ്ട്. മനുഷ്യരിൽ നമുക്കറിയാം എത്ര ക്രോമസോം ഉണ്ട്? 23 ജോഡി ക്രോമസോം ഉണ്ട്. 23 ജോഡി ക്രോമസോം, അതായത് 46 ക്രോമസോം. അതിൽ ഒന്നാമത്തെ ക്രോമസോമിൻ്റെ പേരാണെന്ത്? സ്വരൂപ ക്രോമസോമും രണ്ടാമത്തത് ലിംഗനിർണ്ണയ ക്രോമസോമാണ്. ഈ സ്വരൂപ ക്രോമസോമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെയായിരിക്കും, അതായത് സ്വരൂപം ഒരേപോലെയായിരിക്കും. ഇവിടെയെല്ലാം കാണുന്ന സ്വരൂപ ക്രോമസോമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കണ്ട ഇതെല്ലാം ഒരേ രൂപത്തിലുള്ള ക്രോമസോമാണ്. എന്നാൽ ലിംഗനിർണ്ണയ ക്രോമസോം എന്ന് പറഞ്ഞത് എന്താണ്? 2 വ്യത്യസ്ത വലുപ്പത്തിലുള്ള ക്രോമസോം. ഇതൊരു എക്സ് ആണെങ്കിൽ ഇതെന്താണ്? Y ക്രോമസോമാണ്.
ഇവിടെ എക്സും രണ്ടും എന്താണ് വ്യത്യസ്ത ക്രോമസോം. അപ്പോൾ രണ്ട് ക്രോമസോമുകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പറയാം. മനുഷ്യരിൽ 2 തരത്തിലുള്ള ക്രോമസോമുണ്ട്, സ്വരൂപ ക്രോമസോമും ലിംഗനിർണ്ണയ ക്രോമസോമും. ഈ സ്വരൂപ ക്രോമസോം എന്തുണ്ട് 22 ജോഡി, അതായത് 44 എണ്ണം ഉണ്ടാവും. ലിംഗനിർണ്ണയ ക്രോമസോം ഒരു ജോഡിയും. അപ്പോൾ 2 ജോഡി. അപ്പോൾ 44 + 2 46, അതായത് 22 ജോഡി + 1 ജോഡി, അതാണ് എന്താണ് 23 ജോഡി. ഇനി ഇതിൻ്റെ വ്യത്യാസങ്ങളാണ് പറയുന്നത്. സ്വരൂപ ക്രോമസോമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നേരത്തെ പറഞ്ഞ ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്നതാണ് സ്വരൂപ ക്രോമസോം. എന്നാൽ ലിംഗനിർണ്ണയ ക്രോമസോമോ ലിംഗത്തെ നിർണ്ണയിക്കുന്നു, അതായത് ആണാണോ പെണ്ണാണോ എന്നുള്ള ലിംഗത്തെ നിർണ്ണയിക്കുന്നതാണിത് ലിംഗനിർണ്ണയ ക്രോമസോം. ഇനി അടുത്തത് 22 ജോഡിയുണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു ജോഡിയാണ്, ആ ജോഡിയിൽ 2 തരമുണ്ട്. എന്നാൽ പിന്നെ ഇവിടെ ഒരു തരമേ ഉള്ളൂ, XX എന്നുള്ള ഉണ്ടാവും. ഇവിടെ XX എന്നുള്ള ഉണ്ടാവും, എന്നാൽ ഇവിടെ XY എന്നുള്ള 2 തരമുണ്ട് അല്ലേ, XY തരമുണ്ട്. ഇനി അടുത്തെന്നാ പറയുന്നത് ഒരേപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നിട്ടാണ് സമരൂപ ക്രോമസോമുകൾ രൂപപ്പെടുന്നത്. ഒരേപോലെയുള്ള ക്രോമസോമുകൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് സമരൂപ ക്രോമസോമുകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകൾ രൂപപ്പെടുന്നത്. എന്നാൽ ഇവിടെ എന്താണ് X ക്രോമസോമിനെ അപേക്ഷിച്ച് Y ക്രോമസോം ചെറുതാണ്. രണ്ടും ഒരേപോലെയാണ് ഇവിടെ സ്വരൂപ ക്രോമസോമിൽ. എന്നാൽ ഇവിടെ എക്സിനെ അപേക്ഷിച്ച് Y എന്താണ് ചെറുതാണ്. എന്നാൽ ഇവിടെ ഒന്ന് മാതാവിൽ നിന്നും മറ്റൊന്ന് എന്ത് ചെയ്യുന്നു പിതാവിൽ നിന്നും ലഭിക്കുന്നു. ഒന്ന് മാതാവിൽ നിന്നും ഒന്ന് എന്ത് ചെയ്യുന്നു പിതാവിൽ നിന്നും ലഭിക്കുന്നു. ഇവിടെ Y ക്രോമസോമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിംഗനിർണ്ണയ ക്രോമസോമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ Y ക്രോമസോമിൽ SRY ജീനാണ് ഭ്രൂണത്തിൽ വൃഷ്ണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. അതായത് Y ക്രോമസോം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ചെറുതാണ് എന്ത് ഈ Y ക്രോമസോം. ഇതിൽ ഒരു SRY ജീനുണ്ട്. ഈ SRY ജീനാണ് വൃഷ്ണങ്ങളെ വികാസത്തിന് കാരണമാകുന്നത്. അവിടെയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും എന്ത് ചെയ്യും തരംതിരിക്കുക. അതാണ് Y ക്രോമസോമിൻ്റെ പ്രത്യേകത. Y ക്രോമസോം എന്താണ് ചെറുതാണ്. അതെല്ലാം എന്താണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള ക്രോമസോമുണ്ട്, സ്വരൂപ ക്രോമസോമും ലിംഗനിർണ്ണയ ക്രോമസോമും. സ്വരൂപ ക്രോമസോം എന്താണ് ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്നു, മറ്റത് ലിംഗത്തെ നിർണ്ണയിക്കുന്നു. 22 ജോഡിയുണ്ട് സ്വരൂപ ക്രോമസോം, മറ്റത് ഒരു ജോഡിയേ ഉള്ളൂ. പിന്നെ ഒരേപോലെയുള്ള ക്രോമസോമുകൾ ചേർന്നിട്ടാണ് സ്വരൂപ ക്രോമസോം ഉണ്ടാകുന്നത്. എന്നാൽ എക്സും വൈയും തമ്മിൽ വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്. വൈ ചെറുതാണ്, ഒന്ന് മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നും ലഭിക്കുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലിംഗനിർണ്ണയ ക്രോമസോമിലെ Y ക്രോമസോമിൽ ഒരു SRY ജീനുണ്ട്. ആ ജീനാണ് ഭ്രൂണത്തിൽ വൃഷ്ണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതൊരു മനുഷ്യൻ്റെ ക്രോമസോമിൻ്റെ പ്രത്യേകതയാണ് നമ്മളിതുവരെ പറഞ്ഞത്. ഇനി ഇതിന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതായത് സ്ത്രീയിലും പുരുഷനിലും നമ്മൾ ക്രോമസോമിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം. അതിന് 3 ജനിതക ഘടനയുണ്ട് അല്ലേ. ജനിതക ഘടന എന്ന് പറയുന്നത് സ്ത്രീകളിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് 44 സ്വരൂപ ക്രോമസോമും 2 X ക്രോമസോമും ഉള്ളത്. രണ്ടും ഒരേപോലത്തെ X ക്രോമസോം ഉണ്ട്. എന്നാൽ പുരുഷന്മാരിൽ 44 സ്വരൂപ ക്രോമസോമും XY എന്ന് പറയുന്ന ലിംഗനിർണ്ണയ ക്രോമസോമും ഉണ്ടാവും. 44 X ക്രോമസോമാണ് ആയിരിക്കുള്ളത് സ്ത്രീകളിലുള്ളത്. എന്നാൽ പുരുഷന് 44 + XY എന്ന ലിംഗനിർണ്ണയ ക്രോമസോമാണ് ഉള്ളത്. രണ്ടാമത്തത് ക്രോമസോമിൻ്റെ ആകെ എണ്ണം. 2 ക്രോമസോമിൻ്റെയും ആകെ എണ്ണം രണ്ടിലും എന്താണ് 46 തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, 46 തന്നെയാണ്. ഇനി സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണവും രണ്ടിലും സ്ത്രീയിലും പുരുഷനിലും എത്രയാണ് 44 തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസമില്ല. ഇനി ലിംഗനിർണ്ണയ ക്രോമസോമുകളുടെ എണ്ണവും തരവുമാണ് വ്യത്യാസം. ലിംഗനിർണ്ണയ ക്രോമസോമിൻ്റെ എണ്ണം രണ്ടിലും എന്താണ് 2 തന്നെയാണ്. രണ്ടിലും 2 തന്നെയാണ്. എന്നാൽ ഒന്നാമത്തെ ലിംഗനിർണ്ണയ ക്രോമസോമിൽ സ്ത്രീയിൽ രണ്ടും XX ആണ്, എന്നാൽ പുരുഷൻ്റെ അത് Xും Yയുമാണ്. ഓക്കെ, അപ്പം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ജനിതഘടനയിൽ 44 + XX ആണ് എന്ത് പറയുന്നത് പിന്നെ ജനിതഘടന. എന്നാൽ 44 + XY എന്നുള്ളതാണത് പുരുഷൻ്റെ ജനിതഘടന. ക്രോമസോമിൻ്റെ എണ്ണവും സ്വരൂപ ക്രോമസോമിൻ്റെ എണ്ണം എല്ലാം തുല്യമാണ്. ഇതിൻ്റെ വ്യത്യാസം വരുന്നത് എന്താണ് ലിംഗനിർണ്ണയ ക്രോമസോമിൽ പിന്നെ എണ്ണം തുല്യമാണ്, എന്നാൽ തരത്തിൽ പുരുഷനിൽ XYയും സ്ത്രീകളിലാണ് Xുമാണ്. ഇനി അടുത്ത ഈ ജനിതഘടനയിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് 2 വ്യത്യസ്ത ജനിതഘടന, സ്ത്രീകളിൽ 2 വ്യത്യസ്ത ഘടന ഉള്ളതുകൊണ്ട് പുരുഷന്മാരിൽ 2 വ്യത്യസ്ത ഘടന ഉള്ളതുകൊണ്ട് അതൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കറിയാം 44 + X ആണെന്ത് സ്ത്രീകൾ സാധാരണ 44 നമ്മൾ കാണുന്ന 44 + X ആണെന്ത് XX ആണ് നമുക്ക് സാധാരണ എന്ത് ചെയ്യുന്നത് സ്ത്രീകളിലുള്ളത്. എന്നാൽ ഇവിടെ 44 + X0, അതായത് ഒരു X മാത്രമല്ല, ഇപ്പോൾ ഒരു X മാത്രമുള്ള ക്രോമസോമുള്ള സ്ത്രീകൾ, ഇവരൊരു പേര് പറയും. ഇതിൻ്റെ പേരാണ് ടർണർ സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ 44 + 1 X ഉള്ളത് അവസ്ഥയാണ് സ്ത്രീകൾക്കുള്ളത്. അതേപോലെ അടുത്ത സ്ത്രീകൾക്ക് വരുന്നതാണ്
ട്രിപ്പിൾ എക്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. ട്രിപ്പിൾ എക്സ് സിൻഡ്രോം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നേരത്തെ നമ്മൾ ഒന്നല്ല പറഞ്ഞത്, സാധാരണഗതിയിൽ നമുക്ക് 2x വേണം സ്ത്രീകളിൽ, എന്നാൽ 44ൻ്റെ കൂടെ 3x ക്രോമസോമുകൾ വരുന്നു. 3x ക്രോമസോമുകൾ കൂടി വരുന്നതാണ് ട്രിപ്പിൾ എക്സ് സിൻഡ്രോം എന്ന അവസ്ഥയുള്ളത്. അപ്പോൾ സ്ത്രീകളിൽ 2 വ്യത്യസ്ത ജനിതഘടന, ഒന്ന് ഒരു എക്സ് മാത്രമുള്ള ക്രോമസോം 44+X 0 എന്നുള്ളത്, മറ്റടുത്ത് ട്രിപ്പിൾ എക്സ് സിൻഡ്രോമിൽ 44+3x X എന്നുള്ളത്, അത് ട്രിപ്പിൾ എക്സ് സിൻഡ്രോമും അത് ടർണർ സിൻഡ്രോമും. എന്നാൽ ഇനി നമ്മൾ പുരുഷന്മാരിൽ പറയുന്നത് ഇങ്ങനെയാണ്, 44+XY ആണ് അല്ലേ. 44+ എന്താണ് XY ആണ്. 44+ എന്താണ് XY എന്നുള്ളതാണ് പുരുഷന്മാരുടെ ജനിതഘടന. എന്നാൽ അതിൽ പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് XY ആണ് പുരുഷന്മാരുടെ ജനിതക ഘടന. ഇനി അതിൽ നോക്കാം നമുക്ക്. സാധാരണ നോക്കിക്കോ, ഇനി ഒന്നാമത്തെ ഒരു സിൻഡ്രോമിന് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം. സാധാരണ എക്സും വൈയും അല്ല വേണ്ടത്, എന്നാൽ ഇവിടെ പറയുന്നത് 44+XXY ആണ്. അതിൻ്റെ കൂടെ 2X ക്രോമസോമും 1Y ക്രോമസോമും ഉള്ള പുരുഷൻ, അതായത് 2X ക്രോമസോമും 1Y ക്രോമസോമും ഉള്ള പുരുഷൻ. അങ്ങനെയുള്ള പുരുഷൻ്റെ ആ ഒരു ജനിതഘടനയുടെ പേരാണ് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം. 44+ എന്താണ് XXY, 2X ക്രോമസോമും 1Y ക്രോമസോമും ഉള്ള പുരുഷൻ. ഇതാണ് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി അടുത്ത പുരുഷന്മാരുടെ മറ്റൊരു വ്യത്യസ്ത ജനിതഘടന ഉള്ളതാണെന്ന് നോക്കാം. ഇനി അത് നേരത്തെ തലതിരിച്ച് നേരത്തെ 2Xഉം 1Yയും ആണ്. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്, അടുത്തതിൽ പറയുന്നത് 44+XYY, 1X ക്രോമസോമും 2Y ക്രോമസോമും. നേരത്തെ 2X ക്രോമസോം ആണെങ്കിൽ ഇവിടെ 2Y ക്രോമസോമാണ്. നേരത്തെ അവിടെ 1Y ക്രോമസോം ആണെങ്കിൽ ഇവിടെ 2Y ക്രോമസോമുള്ള പുരുഷന്മാർ. അപ്പം 1X ക്രോമസോമും 2Y ക്രോമസോമും ഉള്ള പുരുഷന്മാരാണ്. അതിൻ്റെ പേരെന്താണ്, XYY സിൻഡ്രോമാണ്. XYY സിൻഡ്രോം. ഇനി ടർണർ സിൻഡ്രോമിൽ ഒന്നും അറിഞ്ഞിരിക്കുക, 1X കുറവാണ് സ്ത്രീകൾക്ക്, 44+X. ഇനി ട്രിപ്പിൾ എക്സ് സിൻഡ്രോം, ട്രിപ്പിൾ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം എന്താണ്, 3 ഉണ്ടാവും. അപ്പോൾ 3X ഉള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുക, 3X ക്രോമസോമുള്ള സ്ത്രീകൾ, അതാണ് എന്ത് പറയുന്നത് ട്രിപ്പിൾ എക്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. എന്നാൽ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമത്തിൽ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, 44+XXY, 2X ക്രോമസോമും 1Y ക്രോമസോമും ഉള്ള പുരുഷന്മാർ. എന്നാൽ XYY സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ആ പേരിൽ തന്നെ ഉണ്ട്, 44ൻ്റെ കൂടെ XYY സിൻഡ്രോം എന്ന് കൊടുത്താൽ മതി. അതിൻ്റെ പ്രത്യേകത 1Xഉം 2Y ക്രോമസോമും ഉള്ള പുരുഷന്മാർ. അപ്പോൾ ഇതാണ് വ്യത്യസ്ത ഘടന. 2 പുരുഷന്മാർക്കും 2 വ്യത്യസ്ത ഘടന ഉള്ളത്. അതല്ല ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമും പിന്നെ XYY സിൻഡ്രോമും. സ്ത്രീകൾക്ക് അതേപോലെ ടർണർ സിൻഡ്രോത്തിൽ 1X കുറവ്, അതേപോലെ ട്രിപ്പിൾ എക്സ് സിൻഡ്രോം, അതാണ് 3X ഉള്ള ക്രോമസോമും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ജീൻ എന്നാണ്. ഇനി ജീൻ എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജീനിൻ്റെ ഒരു ഘടന പറഞ്ഞേക്കും. ജീൻ നമുക്കറിയാം എവിടെയുള്ളത് എന്ന് പറഞ്ഞാൽ ക്രോമസോമിലെ DNA ഉള്ളിലാണ് ജീൻ ഉള്ളത്. അപ്പോൾ ഒരു ജീൻ എന്താണെന്ന് പറയുന്നത് മുന്നേ, അതായത് ഒരു DNA-യിലുള്ള നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ. നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ എന്താണ് ശ്രേണിയാണ് ജീൻ. ഒരു ന്യൂക്ലിയോടൈഡിലെ എന്താണ് നിശ്ചിത എന്ന ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ. ഒരു DNA-യിൽ ഉണ്ടാകുന്ന DNA എന്ന് പറയുന്നത് നമുക്കറിയാം കുറേ ന്യൂക്ലിയോടൈഡുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ന്യൂക്ലിയോടൈഡുകളുടെ ഒരു ശ്രേണിയാണ് നമ്മൾ എന്താ പറയുന്നത് ജീൻ എന്ന് പറയുന്നത്. സാധാരണ ജീൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ജീനിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ചിട്ട് പ്രോട്ടീൻ ഇങ്ങനെ നിർമ്മിക്കപ്പെടുക. അപ്പോൾ ശരീരത്തിൽ പിന്നെ നമ്മളെ പ്രവർത്തനങ്ങളിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ നിർമ്മിക്കപ്പെടും. ജീനിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രോട്ടീനുകൾ എന്ത് ചെയ്യുന്നു, നിർമ്മിക്കപ്പെടുന്നു. ഇനി പ്രോട്ടീന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സ്വഭാവത്തിൻ്റെ സവിശേഷതകളിൽ രൂപപ്പെടുന്നു. നമ്മുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ രൂപപ്പെടുന്നതും, അതായത് മെറ്റാബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. മെറ്റാബോളിക് തന്നെ നമ്മുടെ ശരീരത്തിൽ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, കുറേ നിർമ്മിക്കുന്നുണ്ട്, കുറേ വിഘടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് മെറ്റാബോളിക് പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ആരാണ്, പ്രോട്ടീനാണ്. അപ്പോൾ DNA-യിൽ ഒരു നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീന്. അതേപോലെ ഈ ജീനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ജീനുകളുടെ നിർദ്ദേശമനുസരിച്ചാണ് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത്. പ്രോട്ടീനാണ് സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുന്നതും മെറ്റാബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും. ഇനി നമുക്ക് നോക്കുക,
ഒരു ജീൻ 1 ഇവിടെ ഇക്കോ ജീൻ 1 കൃത്യമായി പറയുന്നുണ്ട്, ഇതാണ് ശ്രേണി അല്ലെങ്കിൽ ഇപ്പുറത്തുള്ളതാണ് അവർ. അപ്പോൾ കുറേ ന്യൂക്ലിയോടൈഡുകൾ ഇങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡുകൾ ഇവിടെ കയറുന്നുണ്ട്, കുറേ ന്യൂക്ലിയോടൈഡ്. ഈ ന്യൂക്ലിയോടൈഡുകളുടെ ഒരു ശ്രേണിയാണ് എന്ത് ജീൻ. ഇപ്പോൾ ഇവിടെയുള്ള ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ. ഇവിടെയുള്ള ന്യൂക്ലിയോടൈഡുകളുടെ കുറേ ശ്രേണിയാണ്. കുറേ ന്യൂക്ലിയോടൈഡുകൾ ഇങ്ങനെ കൂടി ചേരുമ്പോഴാണ് എന്ത് ജീൻ. ന്യൂക്ലിയോടൈഡ് നമുക്കെന്തറിയാലോ, ഒരു പഞ്ചസാര തന്മാത്ര ഉണ്ടാവും, ഒരു ഫോസ്ഫറസ് ഉണ്ടാവും, ഒരു നൈട്രജൻ ബേസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി കൂടിച്ചേരുമ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ്. അങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡുകൾ കൂടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ഒരു ജീനായി മാറുന്നത്. ഇനി നമ്മൾ DNA കുറിച്ച് പഠിച്ചിട്ടുണ്ട്, റീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന്. ഇനി അടുത്തത് നമ്മൾ RNA ആണ് പറയുന്നത്. RNA പ്രത്യേകത എന്ന് പറയുന്നത് റൈബോ, അതിൻ്റെ ഫുൾ ഫോം എന്താണ്, റൈബോ ന്യൂക്ലിക് ആസിഡാണ്. DNA എന്താണ്, ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇവിടെ ഡി ഇല്ലാത്ത പ്രശ്നമാണ്, അതായത് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് RNA ഉള്ളൂ. ഇത് ഒരു ന്യൂക്ലിക് ആസിഡാണ്. എന്താ ന്യൂക്ലിക് ആസിഡ് എന്ന് നമ്മൾ പറയാം. ഈ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞ് ന്യൂക്ലിയോടൈഡുകൾ കുറേ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന വസ്തുവാണിത് ന്യൂക്ലിക് ആസിഡ്. ഇനി ഇതൊന്നാമത് പറയാം നമുക്ക് എന്താണ് ന്യൂക്ലിക് ആസിഡിൽ നമ്മൾ പറയുക, ഇതൊരു ന്യൂക്ലിക് ആസിഡാണ്. അതേപോലെ ന്യൂക്ലിയോടൈഡാൽ നിർമ്മിതമാണ്. കുറേ ന്യൂക്ലിയോടൈഡ് കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ന്യൂക്ലിക് ആസിഡാണ്. ഇനി ഓരോ ന്യൂക്ലിയോടൈഡിൽ എന്തെല്ലാം ഉണ്ടാവുമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെയുള്ളൂ. അതായത് ഒരു റൈബോസ് പഞ്ചസാര, നേരത്തെ ഒരു റൈബോസ് പഞ്ചസാര, DNA നമ്മൾ ഡിയോക്സി റൈബോസ് പഞ്ചസാര ചെയ്യുന്നു. ഇവിടെ ഡിയോക്സി ഇല്ല, വെറും റൈബോസ് പഞ്ചസാര, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പിന്നെ ഒരു നൈട്രജൻ ബേസ്. ഇതന്നെ സെയിം സാധനം തന്നെ. അതായത് ഒരു പഞ്ചസാര തന്മാത്ര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ്. ഈ പഞ്ചസാര തന്മാത്ര ഇവിടെ എന്താണ്, റൈബോസ് പഞ്ചസാരയാണെന്ന് മാത്രം. റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ്, ഒരു നൈട്രജൻ ബേസ്. ഇനി RNAയും DNA തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നൈട്രജൻ ബേസിൽ ചെറിയ വ്യത്യാസമുണ്ട്. നൈട്രജൻ ബേസിൽ RNAയിൽ അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ എന്നാണ് RNAയിലുള്ള നൈട്രജൻ ബേസിൻ്റെ പേര്. RNAയിൽ അഡിനിന്, ഗ്വാനിന്, യുറാസിൽ, സൈറ്റോസിൻ. നമ്മൾ ഈ യുറാസിൽ എന്നൊരു പേര് ഇപ്രാവശ്യം പുതുതായിട്ട് കേൾക്കുന്നതാണ്. പക്ഷേ DNA നമുക്ക് യുറാസിൽ ഇല്ലായിരുന്നു, അതിന് പകരം ഒരാളുണ്ടായിരുന്ന തൈമിനാണ് ഉണ്ടായത്. ഇവിടെ തൈമിന് പകരന്മാരാണ് യുറാസിലാണ്. അപ്പോൾ നൈട്രജൻ ബേസിൻ്റെ പേരിലായതെല്ലാം അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. നേരത്തെ 2 ഇഴ ഉണ്ടായിരുന്നു, ഇവിടെ 1 ഇഴ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയോ, ഇത് RNAൻ്റെ ഘടനയിൽ എന്താണ്, ഇതൊരു ഷുഗർ തന്മാത്ര അല്ലെങ്കിൽ പഞ്ചസാര തന്മാത്ര. ഇത് നൈട്രജൻ ബേസ്, നൈട്രജൻ ബേസ് അഡിനിനാണ്. അഡിനിൻ ഇവിടെ എന്താ, യുറാസിൽ, ഗ്വാനിന്, സൈറ്റോസിൻ. അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. ഇവിടെ ഒറ്റ ഇഴയേ ഉള്ളൂ, 2 ഇഴ ഉണ്ടാവില്ല. അപ്പോൾ ഈ RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുറേ ന്യൂക്ലിയോടൈഡാൽ നിർമ്മിതമാണ്. ഓരോ RNA നിർമ്മിച്ചിരിക്കുന്നത് ഒരു റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ്. പിന്നെ നൈട്രജൻ ബേസിൽ പ്രത്യേകത എന്ന് പറയുന്നത് അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. 1 ഇഴ മാത്രമേ ഇതിലുള്ളൂ. അപ്പോഴാണ് RNA. ഇനി നമുക്ക് ഇത് മനസ്സിലായെന്ന് തോന്നുന്നു, നമുക്ക് അടുത്ത പറയാം. അതായത് ഇനി RNAയും DNAയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ടെക്സ്റ്റ് വെച്ച് പഠിക്കുകയാണ്. RNAൻ്റെ വ്യത്യാസം എന്താ, നമുക്ക് 3 വ്യത്യാസം പറയാം, RNAയും DNA. അപ്പം DNAയിലുള്ള പ്രത്യേകത, ഇഴകളുടെ എണ്ണം, പഞ്ചസാര തന്മാത്രയുടെ തരം, നൈട്രജൻ ബേസ്. അപ്പോൾ DNAയിൽ 2 ഇഴ ഉണ്ട്, RNAയിൽ 1 ഇഴ മാത്രമേ ഉള്ളൂ. DNAയിൽ 2 ഇഴ, RNAയിൽ 1 ഇഴ. RNAയിൽ എന്തുണ്ട്, 1 ഇഴ ഉള്ളൂ. ഇനി DNAയിലുള്ള പഞ്ചസാരൻ്റെ പേരെന്താ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. എന്നാൽ RNAയിലുള്ള പഞ്ചസാരൻ്റെ പേര് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. റൈബോ ന്യൂക്ലിക് ആസിഡ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഈ DNAയിൽ ഡിയോക്സി എന്നുണ്ട്, മറ്റിടത്തുണ്ട് റൈബോ ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, അത് ഓർത്താൽ മതി. പിന്നെ ഇനി നൈട്രജൻ ബേസിൻ്റെ പ്രത്യേകത, DNAയിലും അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. എന്താണ് RNAയിലോ, അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇവിടെ വ്യത്യാസം പറയുന്നത് 2 ആളുകൾ തമ്മിലാണ്. ഇത് ഇവിടെ എന്താണ്, തൈമിനാണെങ്കിൽ ഇവിടെ ആരാണ്, RNAയിൽ ആരാണ്, യുറാസിലാണ്. DNAയിൽ തൈമിനാണ്, എന്നാൽ RNAയിൽ ആരാണ്, യുറാസിലാണ്. ബാക്കിയെല്ലാം അഡിനിൻ, ഗ്വാനിനും, സൈറ്റോസിനും എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ്. ഇവിടെ DNAയിൽ തൈമിനുണ്ട്, RNAയിൽ ആരാളുള്ളത്, യുറാസിലാണുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ അടുത്ത പറയുന്നത് പ്രോട്ടീൻ നിർമ്മാണമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പ്രോട്ടീൻ നിർമ്മാണം. ഇപ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തിന്, അതായത് ജീനുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നിർദ്ദേശം അനുസരിച്ചിട്ട് പ്രോട്ടീൻ നിർമ്മിക്കുന്ന, ജീൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രോട്ടീൻ നിർമ്മിക്കും. ഈ പ്രോട്ടീൻ നിർമ്മിക്കുന്നതിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷനും, രണ്ടാമത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷനും. ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ, രണ്ടെന്താണ് ട്രാൻസ്ലേഷൻ. ഇനി ഇവിടെ നമുക്കറിയാം, നമുക്ക് DNA ഉണ്ട് എന്നറിയാം അല്ലേ. ഈ DNAയിൽ നിന്നും ഒന്നാമത്തെ DNAയിൽ നിന്നും ഇത് DNA ആണ്. ഈ DNAയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, mRNA രൂപപ്പെടും. mRNA
രൂപപ്പെടും. mRNA പ്രത്യേകത എന്താണ്? mRNA പേര് മെസ്സഞ്ചർ RNA എന്നാണ്. അതായത് സന്ദേശം വഹിച്ചു കൊണ്ടുപോകുന്ന RNA ആണ് mRNA എന്ന് ഉദ്ദേശിക്കുന്നത്. mRNA എന്ത് ചെയ്യുന്നു? ഈ സാധനമാണ് mRNA ഇങ്ങനെ വന്ന് ഇതെവിടെ നിന്ന് നടക്കുക? ഇത് സാധനം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്നാണ്. ന്യൂക്ലിയസിൽ നിന്നും പുറത്തേക്ക് ആരെത്തും? mRNA എത്തും. mRNA എത്തിയിട്ട് മൂപ്പര് എവിടത്തേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ റൈബോസോമിലേക്ക് എത്തും. അപ്പോൾ റൈബോസോമിലേക്ക് mRNA സന്ദേശം വഹിച്ചു കൊണ്ടുവന്നു. എന്ത് സന്ദേശം? അതായത് ഇന്ന പ്രോട്ടീൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സന്ദേശം കൊണ്ടാണ് ആര് വരുന്നത്? mRNA വരുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ mRNA എന്ന് പറഞ്ഞ ഒരു RNA എന്ത് ചെയ്യുന്നു? സന്ദേശം വഹിച്ചിട്ടാണ് ആരെത്തുന്നത്? അപ്പോൾ ആ സമയത്ത് ഇവിടെ സ്വീകരിക്കാൻ ഒരാളുണ്ട്. അതായത് എന്ത് ചെയ്യുന്നു? പിന്നെ ഈ tRNA നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ tRNA എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ tRNA കുറേ അമിനോ ആസിഡിനെ ഇങ്ങനെ മുത്ത് പോലത്തെ ഈ അമിനോ ആസിഡിനെ എന്ത് ചെയ്യും? അമിനോ ആസിഡിനെ റൈബോസോമിലേക്ക് എത്തിക്കും. ഇനി ഇതിന് കൂടെ tRNA എന്ത് ചെയ്യും? ഈ rRNA എന്ന് പറയുന്നൊരു RNAയും കൂടി rRNA 3 തരത്തിൽ RNA ഉണ്ട്. അത് പിന്നെ പറയും. അതിലൊന്നാണ് mRNA, 2 tRNA, 3 rRNA. ഈ rRNA എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ mRNA വഹിച്ച സന്ദേശം കൊണ്ട് വന്നിട്ടുണ്ടല്ലോ, പ്രോട്ടീൻ നിർമ്മിക്കണമെന്ന് പറഞ്ഞൊരു സന്ദേശം. ആ സന്ദേശവും എന്ത് ചെയ്യുന്നു വെച്ചാൽ mRNA ആരുമായി കൂടിച്ചേർത്തും? mRNA tRNAയുമായിട്ട് അമിനോ ആസിഡിനെയും കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ നിർമ്മാണം നടക്കും. ട്രാൻസ്ലേഷൻ എന്ന ഈ സ്റ്റെപ്പിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസ്ലേഷൻ. mRNA എന്ന് കൊണ്ടുവന്ന സന്ദേശം ആര് സ്വീകരിക്കുന്നു? എന്ത് ചെയ്യുന്നു? ഈ സന്ദേശം അമിനോ ആസിഡിൻ്റെ സഹായത്താൽ tRNAയും കൂടിച്ചേർന്നിട്ട് tRNA കൊണ്ടുവന്ന അമിനോ ആസിഡും കൂടിച്ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നു. ഇതിൻ്റെ സ്റ്റെപ്പ് ഒന്നും കൂടി പറയാം. ഇനി 2 സ്റ്റെപ്പാണ് പ്രധാനമായിട്ടും പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ളത്. ഒന്ന് ട്രാൻസ്ക്രിപ്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജീനിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA രൂപപ്പെടുന്നു. അതായത് DNA-യിലാണല്ലോ ജീൻ ഉള്ളത്. ആ ജീനിൽ നിന്നും പല എൻസൈമുകളുടെ സഹായത്താൽ, എൻസൈം എന്ന പ്രവർത്തനം കൂട്ടാനും കുറക്കാനും സഹായത്താൽ mRNA രൂപപ്പെടും. ഇനി അടുത്ത് mRNA എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ mRNA പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ള സന്ദേശം അടങ്ങിയിരിക്കും. അതിൽ മെയിനായിട്ട് പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ സന്ദേശം അവിടെ അടങ്ങിയിരിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ അറിഞ്ഞിരിക്കുന്നത്? സന്ദേശമുണ്ട്. ആ സന്ദേശം വെച്ച് ന്യൂക്ലിയസിൽ വെച്ചിട്ട് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? DNA-യിൽ നിന്നും mRNA രൂപപ്പെടുന്നു. mRNA-യിൽ ആരുണ്ട്? സന്ദേശമുണ്ട്. ഇന്ന പ്രോട്ടീൻ നിർമ്മിക്കണം എന്നുള്ള സന്ദേശമുണ്ട്. ഇനി അങ്ങനെ മൂപ്പർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ന്യൂക്ലിയസിൽ നിന്നും മൂപ്പർ റൈബോസോമിലേക്ക് എത്തും. റൈബോസോമിലേക്ക് ആരെത്തും? mRNA സന്ദേശം അനുസരിച്ച് നേരത്തെ പറഞ്ഞല്ലോ അമിനോ ആസിഡിനെ ആ സമയത്ത് tRNA എന്ത് ചെയ്യും? നിശ്ചിത അമിനോ ആസിഡിനെ റൈബോസോമിലേക്ക് എത്തിക്കും. mRNA റൈബോസോമിൽ എത്തുന്ന സമയത്ത് തന്നെ tRNA എന്ത് ചെയ്യും? നിശ്ചിത അമിനോ ആസിഡിനെ അവിടെ എത്തിക്കും. അമിനോ ആസിഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ tRNA ആ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ റൈബോസോമിൻ്റെ ഭാഗമായ rRNA എന്ത് ചെയ്യുന്നു? rRNAൻ്റെ പ്രവർത്തനത്താൽ എന്ത് ചെയ്യും? അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യും? പ്രോട്ടീനുകൾ നിർമ്മിക്കും. അമിനോ ആസിഡിനെ കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ നിർമ്മിക്കും. റൈബോസോമിൽ വെച്ച് നടക്കുന്നു. ഒന്നും കൂടി പറയാം. അതായത് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? DNA, അതായത് ജീൻ. ആ ജീനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? mRNA രൂപപ്പെടുന്നു. mRNAയിൽ പ്രോട്ടീൻ നിർമ്മിക്കുന്ന സന്ദേശമുണ്ട്. ഈ സന്ദേശം ന്യൂക്ലിയസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ന്യൂക്ലിയസിന് പുറത്തേക്ക് mRNA എത്തും. mRNAയുടെ സന്ദേശം കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും? റൈബോസോമിൽ എത്തുന്ന സമയം റൈബോസോമിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ tRNA എന്ത് ചെയ്യും? കുറച്ച് അമിനോ ആസിഡിനെ മൂപ്പർ എന്ത് ചെയ്യും? ഈ റൈബോസോമിലേക്ക് എത്തിക്കും. അമിനോ ആസിഡ് റൈബോസോമിൽ എത്തിക്കഴിഞ്ഞാൽ ആര് ചെയ്യും? പിന്നെ ഒരു rRNA എന്ത് ചെയ്യും? ഈ പറഞ്ഞ അമിനോ ആസിഡിനെയും mRNAയും കൂടി കൂട്ടിച്ചേർത്തിട്ട് ആരുണ്ടാക്കും? പ്രോട്ടീൻ ഉണ്ടാക്കും. ഇവിടെ ട്രാൻസ്ലേഷൻ നടന്ന സ്റ്റെപ്പ് നടക്കുന്നത് എവിടെയാണ്? റൈബോസോമിലാണ്. എന്നാൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ഓക്കെ, ന്യൂക്ലിയസിലാണ്. അപ്പോൾ ഈ 2 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ? ഓക്കെ, നമുക്കിപ്പോൾ പ്രോട്ടീൻ നിർമ്മാണം പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ പ്രോട്ടീൻ നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട 2 ഭാഗമാണ് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ട്രാൻസ്ക്രിപ്ഷൻ എന്താ നടക്കുന്നത്? ന്യൂക്ലിയസ് വെച്ച് നടക്കുന്നു. മറ്റേത് റൈബോസോമിൽ വെച്ച് നടക്കുന്നു. ട്രാൻസ്ക്രിപ്ഷൻ എന്ത് ചെയ്യുന്നു? mRNA DNA-യിൽ നിന്നും അല്ലെങ്കിൽ ജീനിൽ നിന്നും mRNA എന്ത് ചെയ്യുന്നു? രൂപപ്പെടുന്നു. ആ രൂപപ്പെടുന്ന mRNA-യും DNA-ൻ്റെ സന്ദേശം അനുസരിച്ച് മൂപ്പർ എവിടത്തേക്ക് വരുന്നു? റൈബോസോമിലേക്ക് വരുന്നു. റൈബോസോമിലെത്തിയ ഉടനെ എന്ത് ചെയ്യും? tRNA എന്ത് ചെയ്യുന്നു? അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുന്നു? rRNA കൂടി ചേർന്നിട്ട് rRNA എന്ത് ചെയ്യും? ഈ mRNAയും അമിനോ ആസിഡിനെയും കൂട്ടിച്ചേർത്തിട്ട് മൂപ്പർ എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ അങ്ങ് ഉണ്ടാക്കും. അത് റൈബോസോമിൽ വെച്ച് നടക്കുന്നു. ഈ സ്റ്റെപ്പ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സാധനം. ഇനി നമ്മൾ 3 തരത്തിൽ RNA കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എന്താണ്? rRNA അല്ലേ? ഒന്നാമത്തെയാണത് rRNA, 2 tRNA, മൂന്നാമത്തെ mRNA. ഈ ചിത്രങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ചിത്രം തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ. അപ്പോൾ എന്താണ്
RRN അതിൻ്റെ പേരെന്താ റൈബോസോമൽ RNA എന്നാണ് അതിൻ്റെ പേര് റൈബോസോമൽ RNA. അതായത് റൈബോസോമുകളുടെ പ്രധാനപ്പെട്ട ഘടകമാണെന്ത് റൈബോസോമിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഘടകമാണെന്ത് RRNA. അപ്പോൾ അമിനോ ആസിഡുകൾ എന്ത് ചെയ്യുന്നു തമ്മിൽ ബോണ്ട് രൂപീകരിക്കാൻ സഹായിക്കുന്നു. ഈ അമിനോ ആസിഡ് വ്യത്യസ്ത അമിനോ ആസിഡുകളുണ്ട്. ഈ അമിനോ ആസിഡുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു ബോണ്ട് രൂപീകരണത്തിന് സഹായിക്കുന്നു. ഇതാണ് പ്രധാനം. റൈബോസോമിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് RRNA. അതിന് പുറമെ ഈ അമിനോ ആസിഡുകൾ തമ്മിൽ വ്യത്യസ്ത അമിനോ ആസിഡുകൾ തമ്മിൽ ഒരു ബോണ്ട് രൂപീകരണത്തിന് സഹായിക്കുന്നതും RRNA ആണ്. ഇവർ തന്നെയാണ് mRNAനും പിന്നെ ഈ എന്ത് ചെയ്യുന്നു പിന്നെ അമിനോ ആസിഡിനെ കൂടി കൂട്ടിച്ചേർത്തിട്ട് പ്രോട്ടീനാക്കി ലാസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി രണ്ടാമത്തെ ആളാണ് tRNA, അതായത് ട്രാൻസ്ഫർ RNA എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ചെയ്യുക RNA ട്രാൻസ്ഫർ ചെയ്യാം. ഇവരെന്താ ചെയ്യുന്നത് mRNA അല്ലേ mRNA നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻ നിർമ്മാണത്തിന് അമിനോ ആസിഡുകൾ എത്തിക്കുക. നേരത്തെ പറഞ്ഞു പിന്നെ mRNA നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഏത് പ്രോട്ടീനാണോ നിർമ്മിക്കുന്നത് അവർക്ക് ആവശ്യമായ അമിനോ ആസിഡിനെ എത്തിച്ചു കൊടുക്കുക. അതാണ് tRNAൻ്റെ പണി. mRNA ഏത് പ്രോട്ടീനാണോ നിർമ്മിക്കാൻ സന്ദേശം അനുസരിച്ചിട്ട് ആ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ അമിനോ ആസിഡിനെ എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം tRNAയുടെ ധർമ്മം ട്രാൻസ്ഫർ RNA. ഇനി അടുത്ത ആദ്യത്തെ ആളാരാ mRNA. എന്താണ് പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ നിർദ്ദേശം റൈബോസോമിന് നൽകുക. പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ നിർദ്ദേശം റൈബോസോം. അപ്പോൾ ആദ്യം ശരിക്കാതെ mRNAയും പിന്നെ tRNAയും പിന്നെ RRNA ചെയ്യും. mRNA എന്ത് ചെയ്യും സന്ദേശമായിട്ടാണ് വരുന്നത്. പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ സന്ദേശം ആർക്ക് കൊടുക്കുന്നു TRNAയിലേക്ക്. എന്ത് ചെയ്യുന്നു tRNA ചെയ്യുന്ന എന്താണ് ഈ റൈബോസോമിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും ഏത് അമിനോ ആസിഡിനാണ് ഇവിടെ ആ അമിനോ ആസിഡിനെ ആരിലേക്ക് എത്തിക്കുന്നു റൈബോസോമിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ റൈബോസോമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റൈബോസോമിൽ RRNA അവിടെ ഉണ്ട്. ആ RRNA എന്ത് ചെയ്യുന്നു റൈബോസോമുടെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു ഈ അമിനോ ആസിഡുകളുടെ ബോണ്ടിങ് സഹായിച്ചിട്ട് പ്രോട്ടീൻ്റെ നിർമ്മാണം നടക്കും. ഇതാണ് പ്രധാനപ്പെട്ട നോട്ട്. ഇത് നോക്കിയിട്ട് എഴുതിക്കണം. ഇനി ലാസ്റ്റ് കുറച്ചും കൂടി പറയാനുള്ളത് ഇത് തുടങ്ങുന്നതാണ്. ഇനി പാരമ്പര്യവും വ്യതിയാനമാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് പാരമ്പര്യം എന്താണ് വ്യതിയാനം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗത്തിൽ പാരമ്പര്യത്തെക്കുറിച്ചും വ്യതിയാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമുക്കറിയാം പാരമ്പര്യം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കളിലുള്ള സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം. മാതാപിതാക്കൾ ഉണ്ടാകുന്ന ഏതെങ്കിലും സ്വഭാവങ്ങൾ നമ്മൾ മക്കളിലേക്ക് വരിക അതാണ് പാരമ്പര്യം. ഇനി വ്യതിയാനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഇല്ലാത്തതായ ഒരു സ്വഭാവം എന്ത് ചെയ്യുന്ന സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതയാണ് വ്യതിയാനം. മാതാപിതാക്കളിൽ നിന്ന് ഇല്ലാത്ത വ്യത്യസ്തമായ സവിശേഷത എന്ത് ചെയ്യുന്നു പിന്നെ മക്കളിൽ കാണുന്നതിനാണ് വ്യതിയാനം. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളിൽ ഉള്ളത് സ്വഭാവം എന്ത് ചെയ്യുക മക്കളിലേക്ക് വരിക. വ്യതിയാനം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളിൽ ഇല്ലാത്തൊരു സ്വഭാവം മക്കളിലേക്കാണ്. ഇനി ഇതിൻ്റെ എല്ലാം കാരണം ഇവിടെ പാരമ്പര്യം നടന്നാലും വ്യതിയാനം നടന്നാലെല്ലാം അതിൻ്റെ എല്ലാം കാരണം മാതാപിതാക്കളിൽ നിന്നും സന്താനങ്ങളിൽ ലഭിക്കുന്ന ജീനുകളാണ്. അത് ഈ രണ്ടിനും കാരണം ആരാണ് ജീനുകളാണെന്നുള്ളതും നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി അറിയുക. അതായത് നമ്മൾ പറഞ്ഞത് പിന്നെ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ പിന്നെ DNA വലുപ്പത്തെക്കുറിച്ചാണ് പറഞ്ഞത്. DNA വലുപ്പം പറഞ്ഞു, പിന്നെ അതിൽ ക്രോമസോമിൻ്റെ എണ്ണം പറഞ്ഞു അല്ലേ. അപ്പോൾ മനുഷ്യനിൽ DNA വലുപ്പം പറഞ്ഞു, അതിന് ശേഷം പറഞ്ഞതാണ് DNA ക്രോമസോമിൽ എങ്ങനെയാണ് വലുപ്പം കൂടുന്നതെന്നറിയാം. അപ്പോൾ അതിൽ ക്രോമസോമിൽ എന്തായാലും DNAയും ഹിസ്റ്റോണും കൂടി ചേർന്നാൽ ഒരു ക്രോമസോമാവും. അതിന് പുറമെ 8 ഹിസ്റ്റോണുകൾ കൂടി ചേരുമ്പോൾ ഒരു ഹിസ്റ്റോൺ ഒക്ടോമർ ആവും. ഈ ഒക്ടോമറിന് പുറമെ DNA ഇഴയും കൂടി ചേർന്ന് ന്യൂക്ലിയസോമായി മാറും. അങ്ങനെ കുറേ ന്യൂക്ലിയസോമിന് ഇങ്ങനെ ചുള്ളികൾ കൂടി ചേർന്നിട്ട് ക്രോമസോമായി മാറുന്നത്. ഇനി ന്യൂക്ലിയോസോം ഒരു ക്രോമസോമിൻ്റെ സെൻട്രോസോമിനെ ബന്ധിപ്പിക്കുന്നതാണ് ക്രോമാറ്റിഡുകളെന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ 2 തരത്തിലുള്ള ക്രോമസോമുകൾ സ്വരൂപ ക്രോമസോമും ലിംഗനിർണ്ണയ ക്രോമസോമും. അതിൻ്റെ വ്യത്യാസങ്ങൾ പറഞ്ഞു. 22 ജോഡിൻ്റെ ഒരു ജോഡിയാണ് അവിടെ ഉള്ളത്. ലിംഗം നിർണ്ണയിക്കുന്നു, ശാരീരിക സവിശേഷത നിർണ്ണയിക്കുന്നു. മറ്റേത് സ്വരൂപ ക്രോമസോം ഒരേപോലത്തെ മറ്റേതാണ്. പക്ഷേ അവിടെ എക്സിനെ വെച്ചിട്ട് Y ക്രോമസോം എന്നതാണ് ചെറുതാണ്. ഇവിടെ ഏറ്റവും വ്യത്യാസം എന്താണ് Y ക്രോമസോമിൽ SRY ജീനാണ് പ്രശ്നങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. പിന്നെ ഇതിൻ്റെ വ്യത്യാസങ്ങൾ അതായത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ക്രോമസോമുകളുടെ വ്യത്യാസങ്ങൾ ലിംഗനിർണ്ണയത്തിൻ്റെ വ്യത്യാസം അത് അറിഞ്ഞിരിക്കുക. പിന്നെ വ്യത്യസ്തത ഘടനയിലുള്ള വ്യത്യാസം അതെല്ലാം ടർണർ സിൻഡ്രോം ട്രിപ്ലക്സ് സിൻഡ്രോമാണ് സ്ത്രീകളിലുള്ളത്. എന്നാൽ പുരുഷന്മാരിൽ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം XYY സിൻഡ്രോമാണ്. പിന്നെ ജീൻ എന്താണെന്ന് നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിക്കാണ് ജീൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ നിർമ്മിക്കുന്നു, അത് മെറ്റബോളിക്കും സ്വഭാവ സവിശേഷത നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ റൈബോ ന്യൂക്ലിക് ആസിഡ് ഒരിഴ മാത്രമേ ഉള്ളൂ. അതിൽ പഞ്ചസാര തന്മാത്ര, ഒരു ഫോസ്ഫറസ്, ഒരു നൈട്രജൻ ബേസ്. ഇതാണ് എൻ്റെ വ്യത്യാസം. പിന്നെ DNA RNA തമ്മിൽ വ്യത്യാസം പറഞ്ഞു. പ്രോട്ടീൻ നിർമ്മാണത്തെക്കുറിച്ചും പറഞ്ഞു. പ്രോട്ടീൻ നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും കൃത്യമായി അറിഞ്ഞിരിക്കുക. നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായ നോട്ട് എന്ത് ചെയ്യുക ഉണ്ടാക്കുക. അപ്പോൾ വിവിധ തരം RNAകളും പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഭാഗം. ബാക്കിയുള്ള എന്ത് ചെയ്യും
അടുത്ത ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, അറിയാത്തവർക്ക് ക്ലാസ് കൊടുക്കുക, എന്നിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉൾപ്പെടുത്തേണ്ടത് പ്രത്യേകത വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞു തരും കേട്ടോ. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.